വി ഡി സതീശൻ സർക്കാർ ചുമതലയേറ്റിട്ട് ഇപ്പോൾ ഒരു മാസം കഴിഞ്ഞിരിക്കുന്നു. സർക്കാർ വലിയ തിരക്കേടില്ല, ചെറിയ തട്ടുകടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ലാതെ നന്നായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ പ്രസ്ഥാനം, കോൺഗ്രസ് പ്രസ്ഥാനം പുറന്നോട്ട് ഓടിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം മനസ്സിലാക്കുന്നത്. അതായത് പാർട്ടിയും സർക്കാരും തമ്മിൽ ഒരു ഏകോപനമില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നം. സർക്കാർ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും പാർട്ടിയുടെ നിയന്ത്രണം അതിലില്ല. ഈ സർക്കാരിലെ ഒരു അംഗം തന്നെയാണ് KPC പ്രസിഡന്റ് ഇപ്പോഴും, മാസം 1 കഴിഞ്ഞു. ഇതിപ്പോൾ നമുക്ക് എന്താ സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, എന്താണോ CPM സംഭവിച്ചത് അത് തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസിന് സംഭവിച്ചത്. CPM എന്താണ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതോടെ പാർട്ടി അപ്രസക്തമായി. അത് തന്നെയാണ് അവരെ തോൽവിക്ക് കാരണമായത്. പാർട്ടിയിലുള്ളവരെല്ലാം അവരവർക്ക് തോന്നിയ രീതിയിൽ പാർട്ടിയെ ഉപയോഗിക്കാൻ തുടങ്ങി. അതെ, എല്ലാവരും പിണറായിക്ക് സ്തുതി പാടിക്കൊണ്ട് ഒരു സൈഡിൽ കൂടി യുവമാരെ കച്ചവടമായിട്ട് മുന്നോട്ട് പോയി. ഏതാണ്ട് അതേ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മന്ത്രിയായി, അതുപോലെ KPCC അധ്യക്ഷൻ മന്ത്രിയായി, പാർട്ടിക്കകത്ത് പ്രധാനപ്പെട്ട ആൾക്കാർ, വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, എല്ലാവരും മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ. അപ്പോൾ ആ സ്ഥിതിക്ക് പാർട്ടി വേറെ ഭരണം വേറെ, എപ്പോഴും പാർട്ടിയുടെ കൺട്രോളിലായിരിക്കണം ഭരണം. ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ കൂടെ മന്ത്രിയായിട്ടിരിക്കുകയാണ് KPCC പ്രസിഡന്റ്. പദവിയിൽ മുഖ്യമന്ത്രിയാണ് വലുതെങ്കിലും പാർട്ടിയിൽ വലുത് KPCC. അതാണ് കാര്യം. അപ്പോൾ ഈ KPCC പ്രസിഡന്റ് ഈ മുഖ്യമന്ത്രിയെ തിരുത്താൻ പറ്റില്ല. കാരണം അയാൾ മുഖ്യമന്ത്രിയുടെ കീഴിൽ ഒരു മന്ത്രിയാണ്. ഒരു താഴെയുള്ള ഒരു മന്ത്രിക്ക് മേളിലുള്ള ഒരു മുഖ്യമന്ത്രിയെ തിരുത്താൻ സാധിക്കില്ല. അപ്പോൾ എന്താണ് അവിടെ വരേണ്ടത്? അവിടെ ഒരു പുതിയ KPCC പ്രസിഡന്റാണ് വരേണ്ടത്. അതൊരു MLA പോലും KPCC പ്രസിഡന്റ് ആകും. ഇന്ത്യയിൽ കോൺഗ്രസിന് ഭരണമുള്ള അപൂർവ സംസ്ഥാനങ്ങളൊന്നാണ് കേരളം. അവിടെ ഒരു KPCC പ്രസിഡന്റിനെ പോലും നിയമിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇത് എന്ത് ഹൈക്കമാൻഡാണെന്ന് നമ്മൾ ചോദിക്കേണ്ടി വരും. അല്ല, ഇവരുടെ പ്രധാന ലക്ഷ്യം എന്താണെന്നറിയോ? ഈ ഭരണം പിടിക്കുക. ഈ ഭരണം പിടിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ ഭരണത്തിൽ അങ്ങ് ആറാടി. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അസംബ്ലിയിലെല്ലാം കൂടെ കൂട്ടത്തോടുകൂടി ആൾ പോലെ അപ്പോൾ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞെന്താ, അവർ വരട്ടെന്നേ, അവരെ തടയണ്ട. കാരണം 10 വർഷമായിട്ട് ഒരു പണിയില്ലാതെ ഇവർ അനാഥപ്രേതങ്ങളായിട്ട് നടന്ന ആൾക്കാരാണ്. ഇപ്പോൾ എന്ത് പറ്റി? ഇപ്പോൾ അവരുടെ സർക്കാർ കയറി. അപ്പോൾ അവരൊന്ന് ആഘോഷിച്ചോട്ടെ, അവർ ഉല്ലാസയാത്രയ്ക്ക് വരുന്ന പോലെ വരികയല്ലേ, ഒന്ന് വന്ന് കണ്ടേച്ച് പൊക്കോട്ടെ. അത് ഇപ്പോൾ ഈ തിരക്കൊക്കെ ഇപ്പോൾ അങ്ങ് മാറും. ഉല്ലാസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് 5 വർഷമാവും. അതാണ് അവിടെയാണ് പ്രശ്നം. ഇപ്പം എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ, KPCC ഇടപെടേണ്ട കാര്യമാണ്. ഇപ്പം അദാനിയുടെ കോൺട്രാക്ട് ഈ കാര്യത്തിൽ ഇന്നലെ വന്ന് KC വേണുഗോപാൽ വന്ന് നടത്തിയ പ്രസ്താവന മുഴുവൻ VD സതീശനെതിരെയുള്ള ഒളിയമ്പാണ്. അത് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ KPC നേതൃത്വം അവരുടെ നിലപാട് വ്യക്തമാക്കേണ്ട ഇക്കാര്യത്തിൽ. ഈ അദാനി വിഷയത്തിൽ KPCയുടെ നിലപാട് എന്താണെന്നുള്ള KPC പ്രസിഡന്റാണ് വ്യക്തമാക്കേണ്ടത്. KPCC മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും ചോദിക്കണ്ടേ, കാര്യം ചോദിക്കണ്ടേ? അവർ ഇതിലല്ലേ ഇത് വരേണ്ടത്. ഇപ്പം പാർട്ടിയുടെ കീഴിലാണ് അത് ഭരണം വരേണ്ടത്. അവർ മുഖ്യമന്ത്രിയോടും മന്ത്രിസഭയോടും കാര്യങ്ങൾ ആരായണം. ഇതെന്താണെന്നുള്ളതിൽ ഇവർ വ്യക്തത വരുത്തണം. KPCC അതിൻ്റെ നയം പ്രഖ്യാപിക്കണം. ഇവിടെ ആര് പ്രഖ്യാപിക്കും? മുഖ്യമന്ത്രിക്ക് മേളിൽ സണ്ണി ജോസഫിന് നയം പ്രഖ്യാപിക്കാൻ പറ്റും. IP അനിൽകുമാറാണ് വൈസ് പ്രസിഡന്റ്, അയാൾക്ക് പ്രഖ്യാപിക്കാൻ പറ്റും. എല്ലാവരും മന്ത്രിമാരാണ്, ഇവരെല്ലാം മന്ത്രിമാരാണ്. ഇവർക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? ഇവർക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചാൽ, സർക്കാർ മാത്രം പോവും, പാർട്ടി കീഴിലേക്ക് പോകും. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവൻ്റെ മുന്നിൽ കൂടെ യാത്ര ചെയ്യായിരുന്നു. അവിടെ ഒന്നും ആരുമില്ല. സാധാരണ ഭരണം കിട്ടിയ ഒരു പാർട്ടിയുടെ ഓഫീസിന് മുന്നിൽ തിരക്കും നമുക്ക് ഊഹിക്കാം. അതെ, ഇപ്പം പറയുന്നത് അവിടെ സ്ഥാനമാനങ്ങൾ മോഹിച്ച് വരുന്നവർ മാത്രമാണ് ഇപ്പോൾ അവിടുത്തെ പ്രധാന സന്ദർശകരെന്നാണ്. ഈ പദവികൾക്ക് വേണ്ടി കോർപ്പറേഷൻ ചെയർമാൻ. ഇന്നൊരു വാർത്ത നിങ്ങൾ കാണണം, 4 ലക്ഷം പരാതിയാണ് ഇതുവരെ ചെന്നിരിക്കുന്നത് ഒരു മാസം. കഴിഞ്ഞ സർക്കാരിനെതിരെ PSCക്കെതിരെയാണ് ഏറ്റവും കൂടുതൽ പരാതി. ഇത്രയും പരാതി അവിടെ ചെല്ലുമ്പോൾ KPCC ഓഫീസിൽ പരാതി കുമിഞ്ഞുകൂടുകയാണ്. കാരണം ഈ പ്രോപ്പർ വേയിൽ പരാതി അയക്കുന്നവരുണ്ട്. അതായത് DCC മുഖേന KPCCക്ക് പരാതി അയച്ചിട്ട് അത് മുഖേന സർക്കാരിലോട്ട് അപ്പോൾ ആ പരാതി കുറെ അവിടെ കുമിഞ്ഞു കൂടുന്നുണ്ട്. ഇത് കൈകാര്യം ചെയ്യാൻ ആളില്ല. എന്തിനു പറയുന്നത്, ഈ 4 ലക്ഷം പരാതി വന്ന് കിടക്കുന്നത് സർക്കാരിൻ്റെ ഓഫീസിൽ വന്ന് കിടക്കുകയാണ്. വിവിധ വകുപ്പുകൾ ചില തുറന്നു പോലും നോക്കാൻ പറ്റുന്നില്ല. അല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പല മന്ത്രിമാർക്ക് പ്രൈവറ്റ് സെക്രട്ടറി പോലും ആയിട്ടില്ല. അത് മാത്രമല്ല, പേഴ്സണൽ സ്റ്റാഫിൻ്റെ നിയമനത്തിൽ KPCC ഇടപെടൽ ഉണ്ടായിട്ടില്ല. പ്രീഡർമാരുടെ നിയമത്തിലും പ്രോസിക്യൂട്ടർമാരുടെ നിയമത്തിലും ഉണ്ടായിട്ടില്ല. ഈ പറയുന്ന പോലീസുകാരുടെ സ്ഥലമാറ്റത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ എന്താണ്, പാർട്ടി കംപ്ലീറ്റ് ഇല്ല. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. ഇനി അഥവാ നടന്നാൽ തന്നെ അത് മുഴുവൻ വെള്ളത്തിലാവും. അല്ല, അത് നമ്മൾ പാർട്ടി ഉണ്ടെങ്കിലേ പിന്നീട് ഭാവിയിൽ സർക്കാർ ഉണ്ടാവുള്ളൂ. പാർട്ടി അടിസ്ഥാനമാണ്, അടിത്തറ എന്ന് പറഞ്ഞാൽ പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയെ മറന്ന് പ്രവർത്തിച്ചുകൊണ്ടാണ് പിണറായി വിജയൻ സംഘത്തിന് ഇപ്പോൾ അവിടെ ചൊറിയും കുത്തിയിരിക്കേണ്ടി വരുന്നത്. അതെ, ഈ ഇപ്പം നമ്മൾ പറയുന്ന പോലീസുകാരുടെ സ്ഥലമാറ്റം, ഈ പോലീസുകാരുടെ സ്ഥലമാറ്റം 1 മാസം മുമ്പ് ചെയ്യേണ്ടതാണ്. ഇതുവരെ ആയിട്ടില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റം, ഉന്നത ഉദ്യോഗസ്ഥരുടെ. അത് ചെയ്യാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, സതീശൻ ഒരാൾ, സണ്ണി ജോസഫിന് വേറൊരാൾ, പിന്നെ ഈ മന്ത്രിമാർക്കെല്ലാം വേറെ, അതാത് സ്ഥലം MLA-മാർക്കെല്ലാം ഓരോ കക്ഷികൾ. അപ്പോൾ ഇതിനെയെല്ലാം മറികടക്കണമെങ്കിൽ ഇത് ആര് തീരുമാനിക്കണം? KPCC എന്നൊരു ലിസ്റ്റ് കൊടുക്കണം. കാരണം അതാത്
കാലങ്ങളിൽ ഭരിക്കുന്ന പാർട്ടി അവർക്ക് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ നമ്മൾ പറയാറില്ലേ ജില്ലാ കമ്മിറ്റി മതി, ജില്ലാ കമ്മിറ്റി ശുപാർശ ചെയ്യും, അത് സംസ്ഥാന നേതൃത്വത്തിന് ചെല്ലും, സംസ്ഥാന നേതൃത്വം അവിടെ നിന്ന് തയ്യാറാക്കി നേരെ ഇങ്ങർക്ക് കൊടുക്കും, ഇവിടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്ക് കൊടുക്കും. പൊളിറ്റിക്കൽ സെക്രട്ടറി നോക്കിയിട്ട് അവർക്ക് വെട്ടേണ്ടവരെ 1-2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇനി ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി നിയോഗിച്ചിട്ടില്ല, അതും പലരും പറയുന്നത് ശബരിനാഥാണെന്ന്. ശബരിനാഥ നിയമചാരം നമ്മളാരും കേട്ടിട്ടില്ല. ഇല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇതുവരെ നടന്നിട്ടില്ല. അതായത് ഭരണം കിട്ടിയതോടെ ഭരണമില്ലാഞ്ഞപ്പോൾ പാർട്ടി ശക്തിപ്പെട്ടു. അതെപ്പോഴും അങ്ങനെയാണ്. ഭരണമില്ലായിരുന്നപ്പോൾ പാർട്ടി ശക്തിപ്പെട്ടു. ഇത് മാത്രമല്ല, DCC പ്രസിഡന്റുമാരുടെ പുനർവിന്യാസം വരേണ്ടി വരും. പല DC പ്രസിഡന്റുമാരും ഇപ്പം MLA-മാരായിട്ടുണ്ട്. ഇപ്പോൾ 14 ജില്ലകളിലും DCC പ്രസിഡന്റുമാരെ മാറ്റി നിയമിക്കണം. ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറി. MLA-മാരും മന്ത്രിമാരും ആയപ്പോൾ ഇനി മറ്റുള്ളവരെ ഉൾക്കൊള്ളിക്കണമെങ്കിൽ ഈ DCC പ്രസിഡന്റുമാരെ മാറ്റി. ഹൈക്കമാൻഡ് ദുർബലമായതിന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളൊന്നാണ്. ആരാണ്? KC വേണുഗോപാലല്ലേ? വേറെ ആരെങ്കിലും ഹൈക്കമാൻഡ് ആയിട്ടുണ്ടോ? ഇയാൾ വിദേശയാത്ര പര്യടനത്തിൽ ആരാ? 10-ാം തീയതിയെ വരൂ രാഹുൽ ഗാന്ധി. അതിന് സ്ഥിരം വിദേശത്താണല്ലോ, വല്ലപ്പോഴും ഇങ്ങോട്ട് വന്ന ഒരു വിസിറ്റിംഗ് പ്രോസസ്. ഇവിടെ വന്ന് പുള്ളി 2 വെടിയൊക്കെ പൊട്ടിച്ചിട്ട് ഞാൻ മോദിയുടെ അണ്ണാക്കിൽ അടിച്ചു എന്നൊക്കെ പറഞ്ഞ് പുള്ളി സ്ഥലം വിടും. അത് മോഡി ഒന്ന് പറയുമ്പോൾ ഇവിടെ പിണറായി വിജയനെ BD സജീവൻ ശരിയാക്കും പോലെയാണ് അവിടെ. മോദി ഉത്തരം പറയാതെ തീർന്നു. പിന്നെ രാഹുൽ പറയാനില്ല. എന്താണെങ്കിലും ശരി, കോൺഗ്രസിന്റെ ആ ഒരു നിലനിൽപ്പ് ഭരണം കിട്ടിയതിൽ അർമാദിച്ച് പാർട്ടി ഇല്ലാതാക്കുന്നതാണ് സാധാരണ നമ്മൾ കണ്ടുവരാറുള്ളത്. അങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. ഇനിയിപ്പോൾ ഈ ഖദർധാരികൾക്കൊന്നും പോലീസ് സ്റ്റേഷനിൽ ഇതുവരെ കയറാറായിട്ടില്ല. അവിടോട്ട് ചെല്ലുമ്പം CPM-ന്റെ പോലീസുകാരായിരിക്കുന്നത്, SI-മാരും SHO-മാരും. ഇവന്മാരെ ഇടിച്ച് നോക്കും, കൂടുതൽ കാര്യം പറഞ്ഞുകൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ. അല്ല, ചീത്ത വിളിച്ച് അവന്മാർ ഓടിക്കും. അത് മാത്രമല്ല, ഇവരെല്ലാം കലിപ്പിച്ച് നിൽക്കുക. ഇവരൊക്കെ 2-3 മാസത്തേക്ക് താൽക്കാലിക അവർ താമസ സ്ഥലം പോലും താൽക്കാലികമാണ്. ചിലവരൊക്കെ ഓരോ കുടിസ് മുറി, ലോഡ്ജിൻ്റെയൊക്കെ കുടിസ് മുറിക്കകത്ത ചില SHO-മാരൊക്കെ താമസിക്കുന്നത്. കാരണം ഇവർ നാളെ അങ്ങ് പോകേണ്ടവരായതുകൊണ്ട് ഇവർ വന്നു, ഇവർക്ക് തൽക്കാലം കിടക്കാൻ ഒരു സ്ഥലം. ഇപ്പോൾ ഇത് അവർക്ക് വലിയ ബുദ്ധിമുട്ടായി മാറിയിരിക്കും. ഒന്നിനൊരു തീരുമാനമായിട്ടില്ലല്ലോ. അല്ലെ, സംഘടന ശക്തമായ അല്ലാതെ സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയില്ല. സർക്കാരും സംഘടനയും തമ്മിൽ കൃത്യമായ ഒരു നല്ലൊരു പാലമായിട്ട് വർത്തിക്കേണ്ടതാണ്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞ പിണറായി വിജയന്റെ ലെവലിലായി VD സതീശൻ. VD സതീശനാണ് പാർട്ടി, VD സതീശനാണ് മുഖ്യമന്ത്രിയാണ് പാർട്ടി. ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അല്ലാതെ VD സതീശനെ നിയന്ത്രിക്കാൻ ഹൈക്കമാൻഡിന് പോലും പറ്റില്ല. കാരണം ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. അല്ല, AK 2004 മുഖ്യമന്ത്രി. അപ്പം K മുരളീധരനെ പ്രസിഡന്റാക്കിയ രീതിയോടാണെന്ന് പലരും ചോദിച്ചെങ്കിലും അദ്ദേഹം പക്ഷേ നല്ല KPC പ്രസിഡന്റാണെന്ന് തെളിയിച്ചു. കൃത്യമായി സർക്കാരും പാർട്ടിയും തമ്മിൽ നല്ല ഏകോപനം അന്ന് നടന്നിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റണിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. പിന്നീട് കരുണാകരൻ അന്ന് ചില ഇടപെടലും പ്രശ്നങ്ങളൊക്കെ ആവുകയും മുന്നണിക്കുള്ളിലുള്ള പ്രശ്നങ്ങൾ കാരണമൊക്കെയാണ് പിന്നീട് ആ സർക്കാരിന് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടത്. എങ്കിൽ പോലും K മുരളീധരൻ നല്ല KPC പ്രസിഡന്റായിട്ട് തന്നെയാണ് പോയത്. അതുപോലെ ആ സ്റ്റേച്ചറിലുള്ള ഒരാളിനെ തന്നെ ഇവിടെ കൊണ്ട് വെച്ചില്ലെങ്കിൽ ഇത് ശരിയാവുകയില്ല. സണ്ണി ജോസഫിന് മന്ത്രിയുടെ ഇലക്ട്രിസിറ്റി മന്ത്രി നല്ല പ്രധാനപ്പെട്ട വകുപ്പാണ്. ആ വകുപ്പ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന മന്ത്രി എന്നോട് KPC രാവിലെ ദിവസം KPC തരാൻ പറ്റും? ഇല്ല, അയാൾ KPC ഓഫീസിൽ ചെല്ലുന്നതേ ഇല്ല. ഇത് തന്നെയാണ് യൂത്ത് കോൺഗ്രസിൽ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ എന്ത് പറ്റി? PSC-യിലെ വിഷയത്തിന് മന്ത്രി എന്നുള്ള നിലയിലല്ല, യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ OJ ജനീഷ് പ്രസ്താവന ഇറക്കി. അതെ, ഇപ്പോൾ ഈ PSC-യിൽ നടക്കുന്ന മുഴുവൻ അഴിമതിയാണെന്നും PSC മുഴുവൻ ക്രമക്കേടാണെന്നും മന്ത്രി തന്നെ വിളിച്ചു പറയാണ്. യൂത്ത് കോൺഗ്രസ് വേണം മുന്നിട്ടിറങ്ങാൻ ഇത് അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നതിന്. എന്തായാലും DYFI വരത്തില്ല, കാരണം അവരുടെ കാലത്ത് അവരുടെ ആൾക്കാരെ നിയമിച്ച കേസാണ്. ഇതിനകത്ത് ജോലി പോയത് നിസാര ആൾക്കാർക്കല്ല, പാവപ്പെട്ട ആൾക്കാർ കുത്തിയിരുന്ന് പഠിച്ച് PSC-യെ വിശ്വസിച്ച് ജോലിക്ക് വേണ്ടി ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂവും പാസ്സായിട്ട് അവസാനം സഹാക്കന്മാരെ തിരികാൻ വേണ്ടി കഴിവുള്ളവരെ ഒഴിവാക്കി വിട്ട ഒരു സംഗതിയാണ് നടന്നത്. അപ്പോൾ എന്തോ യൂത്ത് കോൺഗ്രസിനും പ്രസിഡന്റില്ല. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ നിയമിക്കാനുള്ള യാതൊരു നീക്കവും ഇല്ല. കാരണം ഇതെല്ലാം ഇവരുടെ തലയിൽ കൊണ്ടുവച്ചിരിക്കുകയാണ്. എന്താണെങ്കിലും ഇത് CPM-ന് പറ്റിയത് എന്താ? പിണറായി വിജയൻ പാർട്ടിയും മുഖ്യമന്ത്രിയുമായി പ്രവർത്തിച്ചുകൊണ്ടാണ് CPM തകർന്ന് തരിപ്പണമായത്. VD സതീശനും ഈ രീതിയിൽ പ്രവർത്തിക്കാൻ പോയാൽ കോൺഗ്രസ് പാർട്ടി എപ്പോൾ ഇല്ലാതായി എന്ന് ചോദിച്ചാൽ മതി.